ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ദുരന്തബാധിതരുടെ പ്രതിനിധികളും ADM-വുമായി നടത്തിയ ചർച്ചയിൽ ദുരന്തബാധിതർക്ക് വീട്ടുവാടക നൽകാൻ തീരുമാനമായി. ഇതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്ക്. അവർ താമസിക്കുന്നവർ തന്നെ താമസിക്കും. അതിനകത്ത് ആവശ്യത്തിന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവർക്ക് സൂട്ടബിളായി മാറാനുള്ള ചില ക്വാർട്ടേഴ്സുകൾ KSB-യുടെ വക കണ്ടെത്താൻ ശ്രമിച്ച് അത് മെയിൻറ്റൈനബിളാകാൻ കഴിയുമെങ്കിൽ അത് കുറേ കാലഘട്ടം വേണ്ടി വരുമല്ലോ. അവർ അങ്ങോട്ട് സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം നോക്കും. അതുവരെ ഇപ്പം എന്ത് കഷ്ടത ഉണ്ടെങ്കിലും ശരി, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഇല്ല. അവരിപ്പോൾ താമസിച്ച പോലെ തന്നെ കാര്യങ്ങൾ അവിടെ തുടർന്ന് പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. SK, അങ്ങനെ തന്നെയാണ്. താൽക്കാലികമായി തന്നെയാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് സമരസമിതി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസം അവർ സമരം നടത്തിയത് ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള പുനരധിവാസം ഉറപ്പാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. അന്ന് ബിജു എന്ന് പറയുന്ന ഒരാൾ മരിച്ചിരുന്നു. ബിജുവിന്റെ ഭാര്യ സന്ധ്യയുടെ ഒരു കാൽ മുറിച്ചു കളഞ്ഞിരുന്നു. അതിന് എല്ലാം ഒപ്പം തന്നെ ഈ വീട് നഷ്ടപ്പെട്ടവരുടെ ദുരിതവും നമ്മൾ കേൾക്കാതെ പോകരുത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ സമരം ഉണ്ടായിരുന്നത്. അതായത് ഈ അപകടമുണ്ടായതിന് പിന്നാലെ ദേശീയപാത അതോറിറ്റി ഇവർക്ക് 15,000 രൂപ സഹായം നൽകും, അതിനുശേഷം വീട്ടുവാടക നൽകും, മാത്രമല്ല ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും ഈ ദേശീയപാത അതോറിറ്റി നടത്തിയിരുന്നില്ല. കളക്ടറുടെയും മന്ത്രിയുടെയും ഒക്കെ ഉറപ്പ് പാഴാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമരവുമായി വീണ്ടും അവർ ഈ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാർ കമ്പനിയായ EKKയുടെ യാർഡിന് മുൻപിൽ കുടിൽ കെട്ടി സമരം ചെയ്തത്. അതാണ് ഇപ്പോൾ നിലവിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ കുടിശ്ശികയുണ്ടായിരുന്ന വീട്ടുവാടക 6,28,000 രൂപ അത് ഈ കരാർ കമ്പനിക്കാർ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ വീട്ടുവാടക കുടിശ്ശികയുള്ളവരുടെ അക്കൗണ്ടിലേക്ക് അത് നൽകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏത് വിധത്തിലായിരിക്കും ഇവർക്കുണ്ടാവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏത് കമ്പനിയാണ് ഇൻഷുറൻസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തതക്കുറവുണ്ട്. അത് ദേശീയപാത അതോറിറ്റിയുമായി ചീഫ് സെക്രട്ടറി വിളിച്ചിരിക്കുന്ന ചർച്ചയിൽ അത് കൃത്യമായി പറയും എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം EKK കമ്പനി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനസഹായം കൊടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല, അതിന്റെ ഉത്തരവാദിത്തമില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും നിലവിൽ അവർ വീട്ടുവാടക കുടിശ്ശികയുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ട്. ബാക്കിയും അതുപോലെ തന്നെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്ക് കിട്ടാനുള്ള നഷ്ടം കിട്ടട്ടെ എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായവും. എന്തായാലും പ്രതിഷേധം സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്കേ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.